ദുബായ് ഫ്രെയിമും കണ്ട് നമ്മളൊരു ക്യാബും പിടിച്ച് നേരെ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ, അതെ, ഗ്ലോബൽ വില്ലേജിലേക്ക്. അപ്പോൾ ഇത് ഗ്ലോബൽ വില്ലേജിന്റെ 29th സീസണാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. 2024 to 2025. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഡിലേ ആയിട്ട് വന്ന വീഡിയോ ആണ്. ഈ വീഡിയോ വരുമ്പോഴേക്ക് ഗ്ലോബൽ വില്ലേജിന്റെ 30th സീസൺ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളിതാ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സീസൺ തീരാൻ പോകുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ പോയി ടിക്കറ്റ് തോന്നും സീസൺ തീർന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ടിക്കറ്റ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും അഡൽട്ടിന് മാത്രമായിരുന്നു ടിക്കറ്റ്സ് ഉണ്ടായിരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ്സ് അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ 2 ചോട്ടാസിനും ഫ്രീ ആയിട്ട് എൻട്രി കിട്ടിയായിരുന്നു. അപ്പൊ നമ്മളിത് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ദുബായ് ഡയറീസിന്റെ സെക്കൻഡ് വ്ലോഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? അതെ, ഗ്ലോബൽ വില്ലേജിന്റെ നൈറ്റ് ഗ്ലോബൽ വില്ലേജ്. അപ്പൊ ഒട്ടും വൈകിക്കാണ്ട് നമുക്ക് ഇൻട്രോ പറഞ്ഞോളെ അല്ലെ. എല്ലാവർക്കും അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ആക്ച്വലി ഈ വീഡിയോ ഇടാൻ വേണ്ടി നല്ല ലേറ്റ് ആയെന്ന് എനിക്ക് ഇപ്പൊ നല്ലതുപോലെ മനസ്സിലായി. കാരണം ഗ്ലോബൽ വില്ലേജിന്റെ 30th സീസൺ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ടൈം. അപ്പൊ നമ്മൾ ആ ടൈമാണ് എൻട്രി. പൊതുവെ ഗ്ലോബൽ വില്ലേജിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 4 to 12 AM ആണ്. ആൻഡ് ഓൾസോ എന്താ പറയുക, ലീവ് ഡേയ്സ്, ഹോളിഡേയ്സ് അങ്ങനെയൊക്കെ ഉള്ള ടൈം എന്താ പറയുക 4 to 1 AM വരെയാണ് ടൈമിംഗ് ഉണ്ടാകുക. അതുപോലെ തന്നെ ലീവ് ഡേയ്സിന് എക്സ്ട്രാ ചാർജും കൂടിയാണ് എന്നാണ് എനിക്ക് അറിഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ കുട്ടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുന്ന കാറായിരുന്നു നോക്കുന്നുണ്ടായത്. കാറല്ല, ഒരു വണ്ടിയായിരുന്നു നോക്കുന്നുണ്ടായത്. കാരണം നമ്മളോട് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നടക്കാനുണ്ട്. അപ്പൊ ചോട്ടാസൻ എന്തായാലും ടയർഡാവും, കാലുവേദനയും എടുക്കേണ്ടിയും ഒക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ എൻട്രി ആയപ്പാട് തന്നെ സൈഡിൽ അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും, വെഹിക്കിൾ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട്. നമുക്കിങ്ങനെ സ്ട്രോളറ്, പിന്നെ ഇതേപോലത്തെ കാർ, അങ്ങനത്തെ ഒക്കെ കുട്ടികളെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, വലിയാക്കി ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന 2 വീലേഴ്സ് പോലത്തെ ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി അത് അവിടുന്ന് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ റെന്റിന് എടുക്കാം. അവിടെ ഫുൾ ഓൾഡ് എന്താ പറയാ, അവിടുന്ന് നമുക്ക് ഇറങ്ങുന്ന വരെയുള്ള ടൈമിങ്ങിനും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ മണിക്കൂർ വെച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഒരു കണക്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ എന്തൊക്കെയാ കാണുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അപ്പൊ കയറിയപാട് റൈറ്റ് സൈഡിലുള്ള ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ഷോപ്പാണ് ഇത്. അവിടെ എനിക്ക് കുറേ ദുബായ് മാഗ്നറ്റ്സും അതുപോലുള്ള കുറേ സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് കുറേ ദുബായ് മാഗ്നറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. തുടങ്ങിയപാട് തന്നെ നല്ല റഷ് ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ഓരോ കൺട്രീസിന്റെ ആയിട്ട് ബിൽഡിങ്സ് പോലെ ആയിട്ടാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ട് അവിടുത്തെ കൾച്ചർ പ്രകാരമുള്ള എന്താ പറയുക ആർട്ട് വർക്ക്സും ക്രാഫ്റ്റും ഫുഡും ഒക്കെ ആ ഒരു കൺട്രീൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും. അതുപോലെ പറയാൻ പറഞ്ഞു, ഇത് 29th സീസണിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. 2024 to 2025 വരെയുള്ള സീസണാണ്. അത് മെയിലായിരുന്നു എൻട്രി ചെയ്തത്. ഫസ്റ്റ് നമ്മൾ തുർക്കിയിലാണ് തോന്നുന്നു അകത്ത് പോയത്. എനിക്ക് ഓർമ്മയില്ല ഏത് കൺട്രീൻ്റെയാണെന്ന്. അവിടുത്തെ കുറേ ഫുഡും ഐസ്ക്രീംസും അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് ബൈ ദ വേ നമ്മൾ സീസൺ എൻഡിങ് ടൈമാ പോയത് കൊണ്ട് അവിടെ കുറേ സാധനങ്ങൾ ഡിസ്കൗണ്ട്സിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റ്. അതായത് സ്റ്റാർട്ടിങ് സീസൺ തുടങ്ങിയ ടൈം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായത് റേറ്റ് ഒക്കെ. അപ്പോൾ ആ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി, ഈ ഓൾ എന്താ പറയുക കൺട്രീസിന്റെ സൈഡിലോട്ട് ഒരു ഏഷ്യൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. ആ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൺട്രീസിന്റെയും ബാക്ക് സൈഡിലൂടെ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഇങ്ങനെ പേര് ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഏത് കൺട്രീൻ്റെയാന്ന് മനസ്സിലാവും, പക്ഷെ ബാക്കിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ചില കൺട്രീസൊക്കെ ഞാൻ ആ റോഡിലൂടെ കയറിയിട്ട് ബാക്ക് സൈഡൊക്കെ കയറിയതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതൊക്കെയാ കൺട്രി കയറിയ എന്നുള്ളത് എനിക്ക് ഓരോ ഞാൻ പേര് പറഞ്ഞുതരാം. എല്ലാത്തത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം ഈ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രോ പറഞ്ഞുതരാം കേട്ടോ. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നിലേറെ കൺട്രീസിനെ കാണാൻ പറ്റും. അവിടുത്തെ കൾച്ചറും അവിടുത്തെ എന്താ പറയുക ആർട്ട് വർക്ക്, ക്രാഫ്റ്റ്, അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആകട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പൈസസ് ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും. അങ്ങനെ പല സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാ ഏതൊക്കെ കൺട്രി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ഈജിപ്തിലെ, UK
കൊറിയയിൽ നമ്മൾ കൊറിയൻ ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ കൊറിയയിൽ പോയാൽ നമുക്ക് അവിടുത്തെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ എല്ലാം ഇൻ വൺ പ്ലേസ് ആണ് നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജിലെ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത് 1997 ഫസ്റ്റ് സീസൺ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെറിയ മിനിമലൈസ്റ്റിക് ആയിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായത്. അത് അത്രയും സക്സസ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസണും അവർ സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ചും കൂടി 2-3 കൺട്രീസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പാകിസ്ഥാൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ പാകിസ്ഥാനിൽ കയറുന്നതിന് മുമ്പേ ഈ തായ് ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഒരു മാംഗോ ജ്യൂസും പിള്ളേർ എന്തോ ഫ്രൂട്ട്സിൻ്റെ എന്തോ വാങ്ങിയിട്ട് കഴിച്ചു കേട്ടോ. കാരണം തുർക്കിയിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ടയർഡായി നടന്നിട്ട് ഒരു കൺട്രിയെ കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും തന്നെ സൈഡായി. അപ്പോൾ ഇനി എല്ലാ കൺട്രിയും കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്താ പറയുക ഒരു ടൈമും ആവും. അതിൻ്റെ കൂടെ മനുഷ്യൻ സൈഡായി പോകുന്നു ഷോറായി കേട്ടോ. ഇപ്പം തന്നെ നടന്നിട്ട് ഈ അവസ്ഥയാണെങ്കിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കയറുന്നത് പാകിസ്ഥാനിലേക്കായിരുന്നു. പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ എൻട്രി ചെയ്യുമ്പോൾ പല വെറൈറ്റി ഓഫ് ലെതർ ബാഗ്സും നോർമൽ ബാഗ്സും ട്രാവൽ ബാഗ്സിൻ്റെ ഒരു കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം ജാക്കറ്റ്സും പിന്നെ ഡ്രസ്സസും ആയിരുന്നു റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ഗ്ലോബൽ വില്ലേജിൽ വരാണ്ടിരിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബഗ്ഗി സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. 4-5 ആൾക്കാർക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് ഗ്ലോബൽ വില്ലേജ് മൊത്തത്തിൽ ചുറ്റി അങ്ങ് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നടക്കേണ്ട ബുദ്ധിമുട്ടും വരില്ല. പിന്നെ നടക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നടക്കുന്നത് തന്നെയല്ലേ നല്ലത്. അതൊരു രസം കൂടിയല്ലേ നടന്നിട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാംസും ഓരോ സ്ഥലത്തായിട്ട് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഇയറിംഗ് കളക്ഷൻസ്, ഡ്രസ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റി കൺട്രീസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. 90-ലേറെ രാജ്യങ്ങളുടെ സംസ്കാരത്തെയാണ് നമുക്കിവിടെ ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തീരാനായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പിന്നെ എനിക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് കൂടി പറഞ്ഞു തരട്ടെ. 3500 മേലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഷോക്കേസിംഗ് ഇന്റർനാഷണൽ ഹാൻഡ്ലൂം ക്രാഫ്റ്റും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കാർണിവൽസും ഉണ്ട്. കാർണിവൽ സോൺ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു സൈഡ് തന്നെയുണ്ട്. അവിടെ നമുക്ക് റൈഡ്സും ഗെയിംസും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കും കൂടിയുള്ളതും ഉണ്ട് കേട്ടോ. ഇനി ഇതാ അടുത്ത കൺട്രിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും കൂടുതൽ കൺട്രീസിൽ ഞാൻ കണ്ടത് ഇതുപോലത്തെ സ്പൈസസ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് സ്പൈസസും സ്വീറ്റ്സും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ശ്രീലങ്കയിലാണ് കേട്ടോ. ശ്രീലങ്കയിൽ പോയിട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ മുന്നിൽ തന്നെയുള്ള ഫൗണ്ടനൊക്കെ കുറേ സമയം നോക്കി നിന്നതിന് ശേഷം ദുബായിലെ ഒരു സ്പെഷ്യൽ സ്വീറ്റാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആൻറ്റി ആക്കുന്നത് നോക്കി കുറേ സമയം നിന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പരീക്ഷിക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഞാനൊക്കെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പരീക്ഷിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ അടുത്ത കൺട്രീൻ്റെ അകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാ കയറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്ക് ഈ ഗ്ലോബൽ വില്ലേജ് 215-ലധികം ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതും മെയിനായിട്ട് ഓരോ കൺട്രീസിലും സ്ട്രീറ്റ് ഫുഡിനെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് പരീക്ഷണം കൂടി നമുക്ക് ഇവിടെ നിന്ന് നടത്തിക്കളയാം കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മൾ കയറിയ കൺട്രിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും പെർഫ്യൂംസും ഡ്രസ്സസും അതിൻ്റെ കൂടെ തന്നെ ഓർണമെൻറ്റ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഗ്ലോബൽ വില്ലേജിലെ വിസിറ്റ് മസ്റ്റ് കേട്ടോ ദുബായിൽ വന്നാൽ. കാരണം അടിപൊളി തന്നെയാണ്. എന്താണെന്നറിയോ, നമുക്ക് ഒരിക്കലും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് ഇവിടുന്ന് കിട്ടും. ഓരോ കോർണേഴ്സിലും കാണാം നമുക്ക് ലൈഫും കൾച്ചറും അവിടുത്തെ കളേഴ്സും ഡ്രസ്സസും. എന്തിനേറെ പറയുന്നു, അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും നിങ്ങൾ ദുബായിലുള്ള ടൈമിൽ ഗ്ലോബൽ വില്ലേജിൻ്റെ സീസൺ നടക്കുന്നതാണെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തോളൂ കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്കത്. ലൈഫ് ടൈം ഓർത്ത് വെക്കാൻ പറ്റുന്ന സൂപ്പറാണ്. മെയിനായിട്ട് നടന്ന് കാണുന്നതാണെങ്കിൽ അത് വേറെ തന്നെ വൈബാണ് കേട്ടോ. അതുപോലെ തന്നെ ഓരോ കൺട്രിയിലും വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ബെസ്റ്റ് പ്ലേസും കൂടി കേട്ടോ. ഒരേ ടൈമിൽ നമുക്ക് പല കൺട്രീസിലെ ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളും ചെറിയ ചെറിയ ഫുഡൊക്കെ അതിൻ്റെ നിലയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ചിലതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ 15th
ബാറ്ററി ഖത്തം പോകുക. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ ഞാൻ 14 എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സൂം ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു. ആ ദൂരം നമ്മൾ കണ്ടത് എന്താണെന്ന് അറിയാം, മറ്റേ ഒരു വാട്ടർ റൈഡ് ഇല്ലേ, എന്താ പറയുക, ആ ഒരു മെഷീൻ വെച്ച് വെള്ളത്തിൽ നമുക്കിങ്ങനെ വാക്ക് ചെയ്യാൻ പറ്റുന്ന അതാ കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നത്. അതിനുശേഷം ഇതാ നമ്മളിത് അടുത്ത കൺട്രിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. കുറേ സമയം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുറേ നേരമായില്ല നടക്കുന്നത്, നമുക്ക് ഈ കൺട്രിയിൽ നിന്ന് ഇറങ്ങിയപ്പാട് നേരെ കാർണിവൽ സൈഡ് പോയാലോ, അവിടെ അടിപൊളിയാണ്. കാരണം വേറെ ഒന്നല്ല കേട്ടോ, കാരണം അവിടെ എഡൽസിനും ഗെയിംസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, കാരണം കിഡ്സിന് മാത്രമല്ലാന്ന്. അപ്പോൾ ഇത് നമ്മൾ കാർണിവൽ സൈഡ് പോയിട്ടുണ്ട്. അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ. വൈബ് മാത്രമല്ല, കുറച്ച് ക്രൗഡും ജാസ്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഗെയിംസിൻ്റെ അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും നടന്ന് തളർന്നതല്ലേ, എന്തെങ്കിലും കുടിച്ച് കളയാന്ന്. അപ്പം ഇത് നമ്മൾ കുടിക്കാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ബബിൾ ടീ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ഓരോ ആളങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. വലുതായത് പിള്ളേർക്ക് രണ്ടാക്കും കൂടി നമ്മൾ ഒന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുടിക്കാൻ വാങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നല്ല ജാൻവീൽ പോലത്തെ, എന്താ ഈ സാധനത്തിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, ആ വടി പോലത്തെ ഇങ്ങനെ തിരിയുന്ന പോലത്തെ സാധനം അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു അവിടെ ഗെയിംസിൻ്റെ അവിടെയൊക്കെ. അപ്പം നല്ല തിരക്കാണ് കണ്ടത്. ഒന്നിന് പുറമെ ഒന്നിൻ്റെ മേലെയായിട്ട് മൊത്തം ക്യൂ ആയിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് 2-3 കൺട്രീസിൽ കയറിയിട്ട് വന്നിട്ട് നോക്കാം തിരക്ക് കുറഞ്ഞോന്ന്. അതിനുശേഷം കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്ന രാജ്യമാണ് ജപ്പാൻ. അപ്പം ജപ്പാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് അവിടുത്തെ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ കോസ്മെറ്റിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ജപ്പാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അങ്ങനെ ജപ്പാൻ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ശേഷം നമ്മളിത് ഇറങ്ങിയിട്ട് ചൈനേൻ്റെ മുമ്പിലോട്ടേ ആയിട്ട് നമ്മൾ കാർണിവലിൻ്റെ മുമ്പിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്പോ പ്ലാനറ്റ് സിറ്റിയിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് പ്ലാനറ്റ്സിനെ പറ്റി പഠിക്കാനും കുറച്ച് റിസർച്ചൊക്കെ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഞാൻ കണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറമേ തന്നെ ഈ ഒരു സൺ ബേണിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് സണ്ണിനെ കാണാൻ പറ്റുന്ന ഉദ്ദേശിച്ചത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മൂണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ മൂണിൽ ഇനി ഇവർ ഫ്യൂച്ചറിൽ ലാൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ നെക്സ്റ്റ് എവിടത്തേക്കാണ് പോകേണ്ടതെന്ന്, അതായത് ഏത് കൺട്രിയിലേക്കാണ് പോകേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നമ്മളിതാ പുതിയൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതേത് കൺട്രി എന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ബാക്ക് സൈഡ് റോഡ് ഏഷ്യൻ റോഡ് വഴിയായിരുന്നു ഇന്ന് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ഓഫ് ഫേർണിച്ചേഴ്സ് ആയിരുന്നു. പഴയ കാലത്തെ ഫേർണിച്ചേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആഭരണപ്പെട്ടികൾ, റാന്തൽ വിളക്കുകൾ അങ്ങനെ കുറേ പഴയ കാലത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ അവർ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായത്. അത് സെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അറബ് കൺട്രി ഏതോ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. പുറത്തിറങ്ങുമ്പം പേര് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സ്പൈസസ്, നട്ട്സ് ഒക്കെ വെറൈറ്റി ഓഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്വീറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് ഓരോ കൺട്രീസിൻ്റെ മുന്നിലോട്ട് കയറാൻ പറ്റില്ല, ബാക്ക് സൈഡിലോട്ട് കയറിന്, അത് ഏഷ്യൻ റോഡ് ആയതുകൊണ്ട് ഏതാ കൺട്രി മനസ്സിലായിട്ടില്ല എന്നൊക്കെ നിങ്ങളോട് കുറേ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ ഏഷ്യൻ റോഡാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഏഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ വേറെയും കുറച്ച് ഉപകാരങ്ങളുണ്ടല്ലേ, അതെന്താണെന്നല്ലേ അതും കൂടി കാണിച്ചു തരാം. ഏഷ്യൻ റോഡ് എന്തായാലും ആനിമി ലവേഴ്സിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഒരു ആനിമി വേൾഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടോയ്സ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ആനിമീൻ്റെ മാത്രമല്ല കേട്ടോ, പിന്നെയും വേറെയും കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോയ്സ് ചെയ്ത് വാങ്ങാൻ പറ്റും. അത് ഡിഫറെൻറ്റ് സൈസസ് ആയിട്ടും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഹാൻഡ് ബാഗ്സിൻ്റെ ഒരു അടിപൊളി കളക്ഷനുള്ള ഒരു ഷോപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ ഫസ്റ്റ് കോപ്പി ആണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പർച്ചേസിങ് നിന്നിട്ടില്ല കേട്ടോ. അതിനുശേഷം ചെറിയ ഒരുപാട് വെറൈറ്റി ഷോപ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഏഷ്യൻ റോഡിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഏഷ്യൻ റോഡിലെ ഷോപ്സാണ് കേട്ടോ. ഇതിലൂടെ നടക്കുമ്പോൾ ഇതേപോലെ ഓരോ കൺട്രീസിലും നമുക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കെ ഫാഷനും ഉണ്ട് കേട്ടോ. കെ ഫാഷൻ ഏതാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതെ, നമ്മൾ കൊറിയൻ ഫാഷൻ തന്നെ. പറയുന്ന പോലെ നമുക്കിനി കൊറിയയിലും കൂടി പോകാനില്ലേ. നമുക്ക് നമ്മളെ കൊറിയയിലൊന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അമേരിക്കയിലൊന്ന് കയറണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ ഇവിടുത്തെ വരെ എത്തിയിട്ട് അമേരിക്ക കയറിയില്ലെങ്കിൽ? അപ്പം നമുക്ക് ആദ്യം അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അമേരിക്ക ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ വേഗനായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ബാക്ക് സൈഡിലൂടെ ഞാൻ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അതായത് ഏഷ്യൻ റോഡ് വഴി ആഫ്രിക്കയിലേക്ക് അങ്ങ് കയറി.
ആഫ്രിക്ക വേറെ ലെവലായിരുന്നു കേട്ടോ. സ്റ്റോഴ്സ് ആയാലും അവിടുത്തെ കളക്ഷൻസ് ആയാലും അവിടുത്തെ ക്രാഫ്റ്റ് ആയാലും ഡ്രസ്സ് ആയാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ആഫ്രിക്കയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യൻ റോഡ് വഴി വന്ന സ്ഥിതിക്ക് ഏഷ്യൻ റോഡ് വഴി എന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇതാ ഏഷ്യൻ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെയുള്ള ഷോപ്സ് ഒക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ആഫ്രിക്കയിൽ നിന്ന് നേരെ എൻ്റെ ഡാഡീൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റഷ്യയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി റഷ്യൻ കളക്ഷൻസ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. സത്യം പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ടിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഓരോ കൺട്രീസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടെ കണ്ടത് ഈ വെറൈറ്റി ഓഫ് ക്രോക്കറീസ് ആട്ടോ, റഷ്യൻ സ്പെഷ്യലായി തോന്നും. അതിൻ്റെ കൂടെ എനിക്ക് ഡ്രസ്സ് അത്ര വലിയ എക്സ്പ്ലോർ ചെയ്യാൻ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാം ഒരേ മോഡൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ഒരു അറബിക് സ്റ്റൈൽ മാതിരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. പിന്നെയും കുറച്ചും കൂടി മോഡൽസ് ഉണ്ടായിരുന്നു, പക്ഷേ അധികവും അറബിക് സ്റ്റൈലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ റഷ്യയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അതാ ദൂരെ കാണുന്ന എന്താണെന്ന് മനസ്സിലായോ? നമ്മളെ ഇന്ത്യയാണത്. പക്ഷെ ഇന്ത്യയിലേക്ക് എത്താൻ നമ്മൾ കുറേ കൺട്രീസ് കയറി ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ റഷ്യയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു ഷോപ്പിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ടോയ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു ടോയ് ഷോപ്പാണ്, വെറൈറ്റി ഓഫ് ടോയ്സ് ഉണ്ട്. അങ്ങനെ ടോയ് ഷോപ്പിൻ്റെ അടുത്ത് നമ്മൾ നേരെ ലെഫ്റ്റിൽ കയറിയത് ചൈനയിലേക്കാണ് കേട്ടോ. അപ്പം ചൈനയിൽ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. അപ്പം നമ്മൾ കയറിയ പാട് അടിപൊളി ചൈനീസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് കേട്ടോ ഇത് പെർഫോമൻസ് ഉണ്ടായത്. പെർഫോമൻസിന് ശേഷം നമ്മൾ ചൈന എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ക്ലോത്തിങ്സ് എക്സ്പ്ലോർ ചെയ്യുക, അതിനുശേഷം ടോയ്സ്. അവിടെ പെട്ടികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കൂടെ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ചൈനീസ് ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ അടിപൊളി ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഞാൻ അവിടുന്ന് കുറച്ച് ക്ലിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അടിപൊളി ബാഗ്സ്, കുട്ടികൾക്ക് ഗേൾസിനും ബോയ്സിനും ഒക്കെ എടുക്കാൻ പറ്റുന്ന ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി. പിന്നെ ടോയ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നതിൻ്റെ അകത്ത് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ടോയ്സ് കണ്ടത് കേട്ടോ. പിന്നെ ഒരു ആനിമേ ലവേഴ്സിനാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും എല്ലാവർക്കും, കാരണം അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ആനിമേ ടോയ്സിൻ്റെത്. അതിനുശേഷം ഇതാ നമ്മൾ ചൈനയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത കൺട്രിയിലേക്ക് ഇതാ നമ്മൾ കയറിയിട്ടുണ്ട്. അതുപോലെ ചൈനയിലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്നറിയാം, നമുക്ക് അവിടുന്ന് ഫോൺ കീസ് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞാൻ കുറേ ടൈം നോക്കി, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടുന്നത്. ആക്ച്വലി ചൈനയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കയറിയ കൺട്രി ഒമാനായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഒമാനിൽ അടിപൊളി ജാക്കറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ഓഫ് ജാക്കറ്റ്സ് ഞാൻ ഒമാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഫ്ലവർ വീസില്ലേ, ബിഗ് ഫ്ലവർ വീസ്, ഫ്ലവർ പോട്ട് എന്ന് പറയുന്ന പോലത്തെ സൈസ് വലുത്, അതിൻ്റെയും അടിപൊളി ബ്ലൂ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ടൈപ്പ് ഓർണമെൻറ്റ്സും ഞാൻ കൂടുതലും ഒമാനിലായിരുന്നു കണ്ടിട്ടുണ്ടായത്. ഞാൻ ഒമാനിൽ കണ്ടത് ഏറ്റവും കൂടുതൽ ഓർണമെൻറ്റ്സ് തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ സ്റ്റോൺസിൻ്റെ, പേൾസിൻ്റെ, അങ്ങനെ വെറൈറ്റി ഓഫ് ഓർണമെൻറ്റ്സ് ഒമാനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ജാക്കറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളെ ഫേവറേറ്റ് ചായകളുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ടീസ്, അതും പല വെറൈറ്റി ആയിട്ടുള്ള ടീസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 1-2 ട്രൈ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ കുടിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അങ്ങനെ നമ്മളിത് ഒമാനിൽ ഇറങ്ങുകയാണ്. ഇനി ഏത് അടുത്ത കൺട്രി ഞാൻ പോകാൻ പോകുന്നതെന്ന് ഗെസ് ചെയ്യാൻ പറ്റുമോ? ഗെസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി നെക്സ്റ്റ് കൺട്രിയിൽ ഞാനിപ്പോൾ എൻ്റർ ആയിട്ടാണ്. നമ്മൾ ഏഷ്യൻ റോഡ് വഴി തന്നെയായിരുന്നു ഇറങ്ങിയിട്ട് ബാക്ക് സൈഡ് എൻട്രിയിലൂടെ ആയിരുന്നു അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കൺട്രിയിലാണ് ഞാൻ എൻ്റർ ആയിട്ടുള്ളതെന്ന്. ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറ. ഈ കൺട്രീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ടിലാണോ ബാക്കിലാണോ എന്നുള്ളത്. ഓക്കെ,
അടുത്ത ഏത് കൺട്രിയിലേക്കാണ് കയറേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഇതാ റോഡ് ഓഫ് ഏഷ്യയിലോട്ട് നടക്കുകയാണ് കേട്ടോ. റോഡ് ഓഫ് ഏഷ്യയിലോട്ട് നടക്കുമ്പോൾ ഇതേപോലത്തെ കാർട്ടൂൺ ആർട്ടിസ്റ്റുകൾ കുറേ കാണാം കേട്ടോ. നമ്മളെ ചിത്രങ്ങൾ ലൈവായിട്ട് അവിടെ നിന്ന് തന്നെ വരച്ചു തരും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഷോപ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർ ലക്കി തന്നെയാണല്ലേ. ഒരേ ടൈം എത്ര കൺട്രികളിലാണ് കയറാൻ പറ്റുന്നത്, അതൊരു ഭാഗ്യം തന്നെയല്ലേ അല്ലേ. അത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ നടക്കുള്ളൂ, ദുബായിൽ, ദ ഡ്രീം ലാൻഡിൽ അല്ലേ. ഇന്ന് ഞാൻ ആ ഒരു വേർഡ് പറഞ്ഞതേ ഇല്ലല്ലേ. കാരണം എന്താണെന്നറിയോ, ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഡ്രീം ലാൻഡ് എന്തിനാ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന്. പക്ഷേ ദുബായ് ഒരു ഡ്രീം ലാൻഡ് തന്നെയല്ലേ. അതെനിക്ക് വല്ലാണ്ട് ഫീൽ ആകാറുണ്ട് കേട്ടോ അവിടെ പോയിന് വന്നതിന് ശേഷം. അപ്പോൾ ഇതാ ഞാൻ അടുത്ത കൺട്രിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും എത്രമാത്രം സ്പൈസസ് ആണ് ഓരോ കൺട്രിയിലും അവരുടേതായിട്ടുള്ളത് എന്നുള്ളത്. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, നമ്മളിപ്പോൾ ഏത് കൺട്രിയിലാണ് ഉള്ളതെന്ന്. നമ്മളുള്ളത് എൻ്റെ ഡാഡീൻ്റെ കൺട്രിയായ ഖത്തറിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ ഡാഡീൻ്റെ കൺട്രി എന്ന് പറയാൻ കാരണം എൻ്റെ ഡാഡി ഇപ്പോൾ ഖത്തറിലാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഖത്തറിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് സ്പൈസസും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. വെറൈറ്റി ഉണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ഖത്തറിൽ ഇറങ്ങിയിട്ട് അടുത്ത കൺട്രിയിലേക്ക് കയറിയിട്ടുണ്ട്. ഏതാ കൺട്രി എന്ന് പേര് കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് നോക്കട്ടെ. ഇനി റിവേഴ്സ് അടിച്ച് നോക്കിയിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്യണ്ട. നിങ്ങൾ കാണുന്ന ടൈമിങ്ങിൽ, അതായത് 21 മിനിറ്റ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ കമൻറ്റ് ചെയ്യും. ആക്ച്വലി ചില കൺട്രീസിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ക്യാമറ പിടിച്ചിട്ട് കൈ നല്ലതുപോലെ വേദന എടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ ചില കൺട്രീസിനെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം കാണുന്ന ഒരു റിവർ പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്, ഒരു ഡ്രാഗണൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. അടിപൊളി വ്യൂ ആയിരുന്നു. അതിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുമ്പിൽ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫുഡിൻ്റെ തന്നെയായിരുന്നു. അതിൻ്റെ അകത്തൊരു നമ്മൾ സ്പ്രിംഗ് റോള് പോലത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. അത് നോൺ വെജിൻ്റെ ഒരു സ്പ്രിംഗ് റോള് പോലത്തെ ഒരു സാധനം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ തിരിച്ചും നമ്മൾ ഇനിയും കുറേ രാജ്യങ്ങൾ കയറാനുണ്ട് കേട്ടോ. അതിനു വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ ആ റിവർ സൈഡിലുള്ള ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. मेरे दिल के लिफाफे में तेरा खत है जानिया, कसम से सोना इतना भी कैसे तू सोना, बेमाई मेरा कितने नहीं हो दिल लगना, तेरे सा मेरे. അങ്ങനെ ഒരുപാട് നടന്നതിന് ശേഷം ഇതാ ദൂരെ നിന്നല്ലാണ്ട് അടുത്തത് നമ്മൾ ഇന്ത്യ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ കൺട്രീസ് ഞാൻ പറഞ്ഞല്ലോ റോഡ് ഓഫ് ഏഷ്യ വഴി വന്നതുകൊണ്ട് ഏതാ പേരെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ബാക്കിലോട്ട് കയറിയിട്ട് ഇങ്ങനെ നടന്നിട്ട് അവിടുത്തെ സോങ്ങൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേജിൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോയിട്ട് ഏതാ കൺട്രി നോക്കാണ്ട് ബാക്ക് സൈഡ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കൺട്രീസിൽ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മമ്മികളുടെ നാടാണ്. ഏതാന്ന് മനസ്സിലായോ? യെസ്, നമ്മൾ ഈജിപ്തിലേക്കാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ ഈജിപ്തിന്റെ ഒരു ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഈജിപ്തിൽ കുറേ ഡെക്കോ പീസസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. പിരമിഡിൻ്റെ, മമ്മീസിൻ്റെ, പിന്നെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന വേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സസ്, പിന്നെ അവരുടെ ആർട്ട് വർക്ക്സിൻ്റെ അങ്ങനെ ട്രേസ്, അങ്ങനെ പല 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 തരത്തിലുണ്ടായിരുന്നു കേട്ടോ. ഈജിപ്തിൽ നിറയെ ഷോപ്പിങ്ങിനുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. मुझे कब से इंतजार था, इन खुशियों के लिए कब से बेकरार था. हीरे मेरी तुझको ही मैं चाहूं. दोनों ने रोना, दोनों ने हंसना,
സത്യം പറയട്ടെ, ഇപ്പൊ സമയം എത്രയായിരുന്നു? 10 മണി കഴിഞ്ഞു കേട്ടോ. ഈജിപ്റ്റ് എത്തുമ്പോഴേക്കും നമ്മൾ നടന്ന് ഒരു വഴിയായിനെന്ന് തന്നെ പറയാം. അത്രക്ക് ടയർഡായതിന്, കാരണം അത്ര പാട് നടക്കാനുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ സ്പീഡിൽ കുറേ സ്ഥലത്തൊന്നും നിൽക്കാണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഷോപ്പിംഗ് ഒന്നും അങ്ങനെ വലിങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ആയിരുന്നു മെയിനായിട്ട് നോക്കുന്നുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിംഗ് അങ്ങനെ വലിങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ സത്യം എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് പറയുക, ഒരു വേൾഡ് ടൂർ നടത്തിയ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അടിപൊളിയായിരുന്നു. ഇനി ഇതാ നമ്മളിത് നെക്സ്റ്റ് കൺട്രിയിലേക്ക് ഇന്നാകാൻ പോവാണ്. ഫോളോ മീ. मैं फकीर तेरे गुर्बत का तुझसे तू मांगू रे. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ എഡിറ്റിങ്ങും വോയിസ് ഓവറും ഞാനൊരു 2-3 ദിവസം എടുത്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. കാരണം എനിക്ക് നല്ല കോൾഡും അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിഫറൻസ് നല്ലതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തിരിയുന്നതായിരിക്കും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത്, പക്ഷേ അത് സേവ് ചെയ്യാൻ പറ്റാണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് 2 മാസം കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താ പറ്റിയതല്ല, 8-ല്ല 16 പടി കിട്ടിയ ഒരു വീഡിയോ കൂടിയാണിത് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പം തന്നെ ഏകദേശം 10-50 കൺട്രീസിൽ മേലെ ആയിരുന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ വീഡിയോ എടുത്തതും എടുക്കാത്തതുമായിട്ട് അത്രക്കധികം നമ്മൾ കൺട്രീസിൽ കയറി ഇറങ്ങി തളർന്ന് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ സൈഡായി തന്നെ പറയാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ ഇന്നും എത്തിയില്ല. അതാണ് ഹൈലൈറ്റ്. ഇന്ത്യയിലേക്ക് എത്ര ദൂരം കേട്ടോ ഇവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്ത്യയിൽ എത്തുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. इस मंजर को, इस पल को भूल ना पाऊंगा, मैं भूल इसे ना पाऊंगा. ഹലോ, ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയുടെ അകത്തേക്ക് കയറാം. ഐ എം സോ എക്സൈറ്റഡ്. കാരണം നമുക്ക് നമ്മളെ രാജ്യം കാണുമ്പോൾ വേറെ തന്നെ ലെവലിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് പുറം നാട്ടിലുണ്ടാവുമ്പോൾ. അപ്പം നമുക്ക് ഇന്ത്യയുടെ അകത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് എക്സ്പ്ലോർ ചെയ്യാം. കയറിയ ഉടനെ തന്നെ സ്പൈസസിൻ്റെ ഒരു വലിയ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം വൈറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഒരു കളക്ഷൻ, ഓർണമെൻറ്റ്സിൻ്റെ ഒരു സൈഡിലുള്ള കളക്ഷൻസ്, അങ്ങനെ കുറേ അധികം തന്നെ ആദ്യം തന്നെ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിരുന്നു. മെയിനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലായിരുന്നു. പിന്നെ ഇതേപോലെയുള്ള കൊലാപ്പുരി ചപ്പലുകൾ, പിന്നെ കുറേ ഗേൾസിൻ്റെ സാൻഡൽസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഗേൾസ് ഓർണമെൻറ്റ്സ്, ആംഗ്ലറ്റ്സ്, അങ്ങനെ നമ്മൾ ഈ പൂക്കൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ത്യൻ്റെ. പിന്നെ ഇതാ ബാഗ്സ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ നാട്ടിലെ സ്റ്റൈലിലുള്ള ഡ്രസ്സസ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ കമ്പാരിറ്റീവ്ലി അതർ കൺട്രീസിനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറവായിരുന്നു എന്ന് വേണ്ടിക്ക് പറയാം. മൊത്തത്തിലൊരു ഇന്ത്യ ഫീൽ ഇല്ലെങ്കിലും എന്നാലും നമ്മളെ കണ്ണിന് കുളിർമയേകാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഫീൽ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക്. ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ നടുക്കുള്ള വഴിയിലോട്ട് കുറച്ച് ദൂരം നമ്മൾ ഇതേപോലെ നടന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ എല്ലാ കൺട്രീസിനെയും ഒരുമിച്ച് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എൻ്റെ മോൻ കളിക്കുന്നതാണ്, അതൊന്ന് അവോയ്ഡ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും നമ്മളിവിടെ കവറാക്കിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം. വിട്ടുപോയിനോന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. കാരണം കുറേ കൺട്രീസൊക്കെ നമ്മൾ ഏഷ്യൻ റോഡ് വഴി കയറിയിട്ട് ബാക്ക് സൈഡിലോട്ടാണല്ലോ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് വിട്ടുപോയിനോന്നും അറിയില്ല. ഇനി എന്താ പറയുക, ഒരേ കൺട്രിയിൽ തന്നെ 2 പ്രാവശ്യം കയറിനോന്ന് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ കൺട്രീസിലും കയറിയിട്ട് ഇതാ നമ്മളിത് ഔട്ട് സൈഡിലേക്ക് നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിന് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഒരു കൺട്രി കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ രണ്ടാമത് നമ്മൾ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഗ്ലോബൽ വില്ലേജിൻ്റെ? എന്നാ കഴിയുന്ന വിധത്തിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെന്തിനാണ് ഈ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന കുറച്ചാൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കേട്ടോ. കാരണം എല്ലാവർക്കും ഇപ്പോൾ പോയി കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ആ കാണാൻ പറ്റാത്ത 1% ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ കേട്ടോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായിലും കൂടി കയറിയതിന് ശേഷം ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ സമയം എത്രയായെന്ന് അറിയോ? ജസ്റ്റ് 12:45 ആയതേ ഉള്ളൂ. ഇന്ന് ലീവ് ഡേ ആയതുകൊണ്ട് രാത്രി 1 മണി വരെ ഗ്ലോബൽ വില്ലേജ് ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പം നമ്മളിതാ എല്ലാ കൺട്രീസും കയറി ഇറങ്ങിയതിന് ശേഷം ഇനി ഇതാ നമ്മൾ എക്സിറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ദുബായ് ഡയറീസിൻ്റെ ഇനിയുള്ള വീഡിയോസും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് നോക്കി എക്സിറ്റിലേക്ക് പോകുമ്പോൾ ആ ലൈറ്റ് മാറിയിട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ റെഡ് ആയിട്ടല്ലേ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ബ്ലൂവും ഗ്രീനും ഒക്കെ ഇതാ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ലൈറ്റ്സ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു.